ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ബിബിൻ ബെന്നി വ്ളോഗ്സ്. അപ്പം ഇന്ന് ഞാനും അമ്മയും കൂടെ ചെറിയൊരു യാത്ര പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആശിഷിൻ്റെ ഭാര്യ വീട്ടിലോട്ട്, അതായത് നമ്മുടെ പൊന്നിയുടെ വീട്ടിലോട്ട്, കോന്നിയിലാണ്. അപ്പോൾ ഞാനും അമ്മയോട് അങ്ങോട്ട് പോവാണ്. അതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം അവൻ വിളിച്ചു പറഞ്ഞു ഇവിടെ നേരെ ആറന്മുളയ്ക്ക് വരാൻ പറഞ്ഞു. ആറന്മുള അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, വള്ളസദ്യ. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. സോ ഓൾറെഡി ഇറങ്ങുവാണ്. അമ്മ ദേ വണ്ടിക്കകത്ത് കയറി ഇരിപ്പ് തുടങ്ങി. ഇനി ഞാനും ഇറങ്ങുവാണ്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാനും അമ്മയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെണ്ണിക്കുളം എന്ന സ്ഥലമുണ്ട്. ഇവിടെ മല്ലപ്പള്ളി കഴിഞ്ഞ് കോഴഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് വെണ്ണിക്കുളം. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കഴിക്കാൻ കയറിയപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ കേട്ടോ, കുഞ്ഞ് ഒരു സാധാരണ ഹോട്ടലിൻ്റെ ചെറിയ ഫാമിലി റൂം. അമ്മ എങ്ങനെയുണ്ട്? കഴിച്ചു, പക്ഷെ ചെറിയൊരു പണി കിട്ടി. ഷർട്ടയിൽ തെറിച്ചു കറി. ബാമ ഷർട്ട് വേറെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷെ എവിടെ വെച്ച് മാറുന്നത്? ഇവിടെ ഒക്കെ ഉണ്ടെന്ന്. അയ്യോ, കറി മേത്ത് നോക്കാം. ചിലപ്പോഴാണെന്നുണ്ടെ ഞാൻ ഈ ഷർട്ട് അങ്ങ് മാറി. കറിക്കോ, ഷർട്ട് മാറി. അമ്മ പറഞ്ഞത് ഞാൻ കുഞ്ഞുവാവ ഷർട്ടിലെല്ലാം ആക്കി വെച്ചു കറി. അപ്പൊ പിന്നെ വേറെ ഷർട്ട് എടുത്തില്ല. നമ്മള് പണ്ടൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോ എക്സ്ട്രാ കരുതത്തില്ലേ? ഞാൻ തന്നെ എടുത്തു വെച്ചത് ഈ ഷർട്ടൊക്കെ. എനിക്കറിയാം എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ച് വെക്കും. അപ്പൊ കുഞ്ഞുവാവ ഷർട്ടിലെല്ലാം ആക്കി ഇപ്പൊ അതൊക്കെ മാറ്റിച്ചു. അല്ലാതെ ഇവിടെ രണ്ട് നല്ല ഇച്ചിരി വലിയ രണ്ട് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഇവിടെ താഴെ വൈറ്റ് ആയതുകൊണ്ട് ഡ്രസ് ചുമ്മാ പൊറോട്ട ഇട്ടതേ ഉള്ളൂ, എടുത്ത് ബാഗിൽ വെക്കണേ. ഞാൻ റോഡിന്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് ഡോർ തുറന്ന് വെപ്രാളത്തിൽ മാറിയത്. അതൊന്നുമല്ല, അത് ഞാൻ വെക്കണം, വേറൊന്നുമല്ല. അപ്പൊ കഴിച്ചു. ഇനിയിപ്പോ അങ്ങോട്ട് പോവാം. അധികം കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ അമ്പലത്തിലോട്ട് പോവാം, വള്ളസദ്യ കഴിക്കാൻ. ഓക്കെ, നമ്മള് വണ്ടി ഇട്ടിട്ട് നടന്നോണ്ടിരിക്കുക. കുറേ ദൂരം നടന്നോണ്ടിരിക്കുക. അതാ അമ്പലം. അമ്മയെ കൊണ്ട് അവിടെ ഇറക്കി, അമ്മയെ കൊണ്ട് എൻ്റെ വാതിക്ക് ഇറക്കിയിട്ട് പിന്നെ ഞാൻ ഇവിടെ നടന്നോണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ അമ്പലത്തിനകത്ത് കയറി കേട്ടോ. എന്താ വിൽക്കും ഞാൻ. ഇതാ തെക്കേമുറി കിഴക്ക് പള്ളിയോടം 8-ാം തീയതി തിങ്കളാഴ്ച. എല്ലാവർക്കും പാസ് കിട്ടി. പ്രഹ്ലാദം ചേട്ടൻ നമുക്ക് അടുത്ത് വന്നു കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കും. ഇതേ ഒരുത്തി വേറെ വ്ളോഗ് എടുക്കുന്നു, മാറ്റി വെക്കണി. ഞാൻ കോപ്പറേറ്റ് പറഞ്ഞു കൊടുക്കാം കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല അമ്പലം. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അടിപൊളി. ഓ, ഇങ്ങോട്ടാണോ? ഇവിടെ അവിടെ ആറ്, ഇവിടെയാണ് ആറ്. ഇവിടെ എന്തോ സ്വീകരണം ഉണ്ട് അത്രേ. നോക്കാം. അങ്ങനെ സ്വന്തം നോക്കണ്ട. ഇങ്ങനെയൊരു സ്വീകരണമൊക്കെ ഉണ്ട്. ചേട്ടാ, ഇത് എന്താ പരിപാടി എന്നറിയോ? ഇതാണ് വള്ളസദ്യ. വള്ളക്കാരെ സ്വീകരിക്കുന്നത്. ഓ, വള്ളക്കാരെ സ്വീകരിക്കുന്നത് അല്ലേ? അതാ വള്ളക്കാരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. വള്ളങ്ങൾ എന്തായാലും
വരുന്ന വള്ളക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരുക്കങ്ങളാണിത്. അവർ വള്ളത്തിൽ നിന്നിറങ്ങി അവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങി നേരെ ഇതിലെ വന്ന് അമ്പലത്തിന് ചുറ്റും ഒന്ന് വലം വെച്ചതിന് ശേഷം ഇവിടുത്തെ ചെറിയ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് അന്നദാനപ്പുരയിലോട്ട് നേരെ കയറുന്നത്. ഒരു വിധത്തിൽ കയറി, നമുക്കൊരു ചെറിയ മുൻഗണന കിട്ടി, അതുകൊണ്ട് കയറി ഇരുന്നു. ആദ്യം ഒന്നേ കയറി ഇരിക്കാൻ പറ്റി. നമുക്ക് ഭയങ്കര ഇടിയാ കേട്ടോ. ആൾക്കാർ കയറി വരുന്നതേ ഉള്ളൂ. ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയാണുള്ളത് കാണിക്കാൻ. വേറൊരുത്തരും കിട്ടുന്നുണ്ടെങ്കിൽ ഓ അപ്പൊ അങ്ങനെ എല്ലാവരും കയറട്ടെ. അപ്പൊ എടുക്കാം കേട്ടോ. ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ടിഷ്യൂ പേപ്പറും പിന്നെ കേറ്ററിംഗുകാരുടെ ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് പഴം, ഇത് കരിമ്പ്, ഇതെന്നാമേ ഇതെന്തോ ഉണ്ടാക്കിയേക്കുന്ന കേട്ടോ. മധുരമല്ല, അപ്പം പോലെ. ഇത് മാങ്ങ, ഇത് മുളകല്ലേ? ഇത് മുളകല്ലേ? വഴുതനങ്ങയാണോ? ആണോ? ആ, വഴുതനങ്ങ. പിന്നെ അങ്ങനെ നമ്മുടെ സാധാരണ സദ്യ കറികളെല്ലാം വെള്ളം കൊണ്ട് വെച്ചു. ഇത് മലരല്ലേ? അവല്, മലര്, ഉപ്പേരി, എള്ളുണ്ട, ഇത് പരിപ്പുവട, ശർക്കര വരട്ടി, ഉണ്ണിയപ്പം, ഇങ്ങനെ സാധനങ്ങള്. ഇത് ചമ്മന്തിപ്പൊടിയല്ലേ? അമ്മ അവര് പൊന്നിയോട് ചോദിക്കാം. പൊന്നിക്കറിയോ? ചേന വറുത്തതോ? ഓ, ചേന വറുത്തത്. ചേന വറുത്തത്. വെള്ളം. സദ്യയൊക്കെ വിളമ്പിയിട്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പം തുടങ്ങാൻ പറ്റത്തില്ല. കാരണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങും കൂടെ ബാക്കിയുണ്ട്. അതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് നല്ല വെയിറ്റിംഗ് ആണ്. ദേ കാണിക്കാം. ഞങ്ങളെ വള്ളത്തിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നു. നല്ല രസമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പം വള്ളത്തെ കയറുന്നത്. അങ്ങനെ വള്ളസദ്യയും കഴിഞ്ഞു, പരിപാടി എല്ലാം കഴിഞ്ഞു. ഇതേ സാധനം ഞാൻ അവൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് കാര്യം എടുത്തു. വള്ളക്കാരുടെ കൂടെ തന്നെ ഇരുന്ന് വള്ളസദ്യ അതെ. ഇനിയിപ്പോ ഇവളുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങോട്ട് പോവാ. അതെ, ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇവരുള്ളത് കൊണ്ട് നമ്മൾ നൈസായിട്ട് ഇടയിൽ കൂടെ ഫുഡ് കയറി. അതെ, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പം ഇവർക്കുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ പിന്നെ അറിയിക്കുന്നത്. ഇന്ന് രാത്രി അറിയിക്കും. അപ്പൊ ഞങ്ങൾ പോവാം. ഓക്കെ,